ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് +1 അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇന്ന് +1 അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഈ താഴെ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് അത് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷിക്കാനായി പോകേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ തന്നെ ഒന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ SSLC റിസൾട്ടിൻ്റെ പ്രിൻറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായി എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടി, ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായി എൻറ്റർ ചെയ്യുന്നതിനും ആ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതിന് ഉള്ളിലേക്ക് വരും. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ SSLCയുടെ റിസൾട്ടിൻ്റെ പ്രിൻറ്റ്. 2, ആധാർ കാർഡ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. 3, മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ നമ്പർ നിങ്ങളവിടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു OTP നിങ്ങൾക്ക് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ചാർജുള്ള ആക്റ്റീവായിട്ടുള്ള മൊബൈൽ ഫോൺ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. 4, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലബ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, എസ്പെഷ്യലി ക്ലബ് ആക്ടിവിറ്റീസ്, അതായത് സോഷ്യൽ സയൻസ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ക്ലബ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ പങ്കാളികളാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും ഡേറ്റും അവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3, നിങ്ങൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ, EWS എന്ന കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചിരിക്കണം. അടുത്തത്, റേഷൻ കാർഡ്. റേഷൻ കാർഡ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം റേഷൻ കാർഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ താലൂക്ക്, നിങ്ങളുടെ പഞ്ചായത്ത് എന്നിവ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് റേഷൻ കാർഡ് നിങ്ങളെ സഹായിക്കും. ഇനി അടുത്തത്, നിങ്ങൾ സ്കൂളിൽ സ്പോർട്സിലോ ആർട്സിലോ, അതായത് സ്കൂൾ തലത്തിൽ അല്ല, പ്രധാനമായിട്ടും ജില്ലാ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ നിങ്ങൾ സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ ലഭിച്ചിട്ടുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ഇനി നിങ്ങൾ LSS, USS തുടങ്ങിയ പരീക്ഷകൾ വിജയിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ NMMS നേടിയവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പേജ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അത് മാത്രമല്ല, നിങ്ങൾ സ്കൂളിൽ സ്കൗട്ട്, ലിറ്റിൽ കൈറ്റ്സ്, JRC, SPC തുടങ്ങിയവയിൽ നിങ്ങൾ പങ്കാളികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയവയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആക്റ്റീവ് മെമ്പേഴ്സാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ സർട്ടിഫിക്കറ്റ്സുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപേക്ഷിക്കാൻ പോകുമ്പോൾ. ഇനി പറയാൻ പോണ കാര്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കിപ്പം ഏതൊക്കെ സ്കൂളിലാണ് അപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് മുൻഗണനാ ക്രമത്തിലായിരിക്കണം ആ ലിസ്റ്റ്. എനിക്ക് ആദ്യം ഈ സ്കൂളാണ് വേണ്ടത്, രണ്ടാമത് ഈ സ്കൂളാണ് വേണ്ടത്, മൂന്നാമത് ഈ സ്കൂളാണ് വേണ്ടത്, നാലാമത് ഈ സ്കൂളാണ് വേണ്ടതുള്ള കൃത്യമായ ഓർഡറിൽ നിങ്ങൾ മുൻഗണനാ ക്രമത്തിൽ നിങ്ങളുടെ സ്കൂളുകളെ ക്രമീകരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളുടെ അടിസ്ഥാനത്തിലുള്ള സ്കൂളുകളെ വേണം ക്രമീകരിക്കേണ്ടത്. ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പം ഇന്ന് അപേക്ഷിക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കഫേയിലേക്കോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.